കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതിൽ കായംകുളം ജനകീയ പ്രതികരണ വേദി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കോടികൾ മുടക്കി നിർമ്മാണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതെയും സാമൂഹ്യവിരുദ്ധരുടെയും മയക്കുമരുന്ന് അനാശാസ്യ പ്രവർത്തികളുടെ താവളമായും മാറിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടനത്തിന്റെ 7ാം വാർഷിക ദിനത്തിൽ കായംകുളം ജനകീയ പ്രതികരണ വേദി റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് കറുത്ത തുണി കൊണ്ട് വായ്മൂടിക്കെട്ടിയും കറുത്ത പതാകകൾ ഉയർത്തിയും പ്രതിഷേധിച്ചു. പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു നടപടിയും ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കായലിന്റെ ഭാഗമായിരുന്ന 3 ഏക്കർ സ്ഥലം അനധികൃതമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കായല് 3 ഏക്കർ ഭാഗം നികത്തിയെടുത്തത് യാതൊരു അംഗീകാരവും വാങ്ങാതെയാണ്. ഈ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നഗരസഭയുടെയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ യാതൊരു അനുവാദവും വാങ്ങാതെയാണ് ഈ നിർമ്മാണങ്ങൾ ഇത്രയും ഇവിടെ നടത്തിയത്. പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സോമശേഖരൻ ഉണ്ണിത്താൻ, രാജശേഖരൻ, അനിൽ പി ഡാനിയേൽ, KN കൃഷ്ണകുമാർ, ബാബു കോയിക്കൽ, KP അലക്സാണ്ടർ, രാജൻ പുതീടം, KN ജയൻ, ശ്രീധരൻ പിള്ള, രാധാകൃഷ്ണൻ, അനീഷ് ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.